ആസ് എ മ്യൂസിക് ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ സാഹസം എന്താണ്? സാധാരണ കേൾക്കുന്ന ഓണപ്പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഓണപ്പാട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാഹസം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓണം മൂഡ് ഞാനും വിനായകൻ തമ്മിലുള്ള ഡിസ്കഷനിലാണ് ഫസ്റ്റ് ഇങ്ങനൊരു പരിപാടി വന്നാൽ എത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇൻഡിപെൻഡൻസ് ഡേ മൂവിയിലെ സോങ് ഉണ്ട്. ഒബ്വിയസ്ലി ആക്ടർ കൃഷ്ണ അഭിനയിക്കുന്നതുകൊണ്ട് പുള്ളിയെ മനസ്സിൽ കാണുമ്പോൾ ഫസ്റ്റ് വരുന്ന പാട്ട് അത് തന്നെയാണ്. ഞാനും അതിൻ്റെ ഡയറക്ടർ ബിപിൻ കൃഷ്ണ ഞങ്ങൾ രണ്ടുപേരും കുറേ സോങ്സ് ആലോചിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് എത്തിയത്. അതിൻ്റെ മുമ്പ് കാസ്റ്റിംഗ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൃഷ്ണ പിന്നെ കാസ്റ്റ് ചെയ്യുന്നത് പാട്ടൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ്. ഷൂട്ടിന് മുമ്പ് തന്നെ ആ സീനിൻ്റെ മ്യൂസിക്കും ആ എൻ്റയർ സീക്വൻസിൻ്റെ മ്യൂസിക്കൊക്കെ ഓൾറെഡി ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത് തന്നെ. ഞാൻ കൂടുതലും നോക്കുന്നത് ട്യൂൺ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഐഡിയാസ്. ചില മ്യൂസിക് എല്ലാം കേട്ടാൽ ഇപ്പോൾ വട്ടയപ്പത്തിൻ്റെ ആ ഒരു ലേഡി ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ഇൻ്റർനാഷണൽ അവരിങ്ങനെ ജാം ചെയ്യുന്നത് സിന്ത് വെച്ചിട്ട് ആ ഒരു പരിപാടി കേട്ടപ്പോൾ അത് സ്ട്രൈക്കായി. അതിൽ നിന്നാണ് വട്ടയപ്പ് ഉണ്ടായത്. കൊളാബറേഷൻ വേണം അത് എന്നാണ് എൻ്റെ ശക്തമായ ഒരു അഭിപ്രായവും. എന്നാലേ നമ്മൾ ഒരു പുതിയ കാര്യങ്ങൾ പുതിയ ടൈപ്പ് ഓഫ് മ്യൂസിക്കുകൾ ഉണ്ടാവാൻ സാധ്യത അങ്ങനെയാണ്. എനിക്ക് ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ ടൈം എടുക്കും. രണ്ട് അടിപൊളി സാധനം ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. അതെ അത് അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ ഞാനത് ഇത് രണ്ടും ഞാൻ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ചെയ്തത്. ഓണത്തിന് 2 മാസം മുമ്പേ ഓണപ്പാട്ടിറക്കി ട്രെൻഡാക്കി മാറ്റിയ മ്യൂസിക് ഡയറക്ടറാണ് ഇന്ന് എൻ്റെ കൂടെ ഓൺ ക്ലബ് FM ബിപിൻ അശോക്. ഹായ് ബ്രോ, വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. സോ സാഹസം ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചോദ്യം, ഈ പറഞ്ഞ പോലെ ആസ് എ മ്യൂസിക് ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ സാഹസം എന്താണ്? ഓണത്തിന് ഒരു ഓണപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സാധാരണ കേൾക്കുന്ന ഓണപ്പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഓണപ്പാട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാഹസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരി. കണ്ടവരെന്താണ് പറഞ്ഞത്? കണ്ടവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം. എല്ലാവരും എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ചിരിച്ചു എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ ഓണം മൂഡ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, യൂട്യൂബിൽ ട്രെൻഡാണ്, ഇൻസ്റ്റയിൽ ഭയങ്കര ട്രെൻഡാണ്, സ്പോട്ടിഫൈയിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വ്യൂസ് കയറുന്നുണ്ട്. പക്ഷേ ഒരു പാട്ട് ഇറക്കി സംഭവം കൊളുത്തി എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? അത് മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ റീൽസ് കയറുമ്പോഴാണ് നമുക്ക് പാട്ട് കൊളുത്തി എന്നുള്ളത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത്. പിന്നെ യൂട്യൂബ് വ്യൂസ് ഓഫ് കോഴ്സ്, ഇത് രണ്ടുമാണ്. പാട്ട് ഇറങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞു ഒരു സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾക്കാരിൽ എത്തി എന്നുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ സാഹസം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ജോണർ ഓഫ് സോങ്സും കവർ ആവുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫാസ്റ്റ് നമ്പർ ഉണ്ട്, ഇപ്പോൾ റൊമാൻറ്റിക് തന്നെ സാഡും ഉണ്ട്, ഈ പറഞ്ഞ വൈബായിട്ടുള്ള റൊമാൻറ്റിക് സോങ്ങും ഉണ്ട്, EDM മ്യൂസിക് ഉണ്ട്. ഇനി ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു പാട്ടിന്റെ EDM വേർഷൻ വരെ ഉണ്ട്. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേ മൂവിയിലെ സോങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒബ്വിയസ്ലി ആക്ടർ കൃഷ്ണ അഭിനയിക്കുന്നതുകൊണ്ട് നമുക്കറിയാം പുള്ളിയെ മനസ്സിൽ കാണുമ്പോൾ ഫസ്റ്റ് വരുന്ന പാട്ട് അത് തന്നെയാണ്. പക്ഷെ എന്നാലും വേറെ സോങ്സ് നോക്കിയിരുന്നോ? ഈ പറഞ്ഞ ആ സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വേറെ സോങ്സിന്റെ EDM ഇറക്കിയാലോ അങ്ങനത്തെ തോട്ട് നടന്നിരുന്നോ? അത് ആക്ച്വലി ഞാനും അതിന്റെ ഡയറക്ടർ ബിപിൻ കൃഷ്ണ ഞങ്ങൾ രണ്ടുപേരും കുറേ സോങ്സ് ആലോചിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് എത്തിയത്. ആക്ച്വലി അതിന്റെ മുമ്പ് കാസ്റ്റിംഗ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ കൃഷ്ണ ആ ചേട്ടനെ കാസ്റ്റ് ചെയ്യുന്നത് ഇത് ഈ പാട്ടൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ്. ഇത് ഈ നമ്മളെ മ്യൂസിക്കിന്റെ ഡിസ്കഷൻ ഫൈനൽ കാസ്റ്റിങ്ങിന്റെ ഒക്കെ മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സോങ് ഫസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ടാണ് പിന്നാണ് കാസ്റ്റിംഗിലേക്ക് സോങ് ആണ് പുള്ളിയിലേക്ക് എത്തിച്ചത്. അപ്പൊ വേറെ ഏതൊക്കെ പാട്ടായിരുന്നു അന്ന് ഈ പറഞ്ഞ ഡിസ്കഷനിൽ വന്നിട്ടുള്ള പാട്ടുകൾ? ഏതാണ് പഴയ പാട്ടുകൾ? നന്ദലാല, അതിലെ തന്നെ നന്ദലാല, പിന്നെ തെങ്കാശി പട്ടണത്തിലെ പാട്ടൊക്കെ ഇങ്ങനെ ഒക്കെ ആയിരുന്നു. ഓക്കെ, പക്ഷെ പിന്നെ ഇതിലേക്ക് എത്തായിരുന്നു. പക്ഷെ അന്ന് ആ സമയത്ത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ പറഞ്ഞിരുന്നോ ഈ പാട്ടായിരിക്കും നമ്മൾ ഇനി ടുവേർഡ്സ് എന്താ പറയുക സംഭവം? എല്ലാവരും പടത്തിനെ കുറിച്ച് പറയുമ്പോൾ, സാഹസം മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഓണപ്പാട്ടാണ് അവരുടെ മെയിൻ സാധനം. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പാട്ടാണ്, ഈ പഴയ പാട്ടിന്റെ EDM വേർഷൻ, ഇൻഡിപെൻഡൻസ് ഡേ മൂവിയിലെ സോങ്ങിന്റെ EDM വേർഷനാണ് സീൻസ് എലിവേറ്റ് ചെയ്ത് വിടുന്നത്. അപ്പൊ സീൻസ് ആദ്യം ഈ പാട്ട് വെച്ച് തന്നെ നമുക്ക് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യണം, അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. അത് ആ സീന് ഐഡിയ മാത്രമല്ല, ഞങ്ങൾ ഷൂട്ടിന് മുമ്പ് തന്നെ ആ സീനിന്റെ മ്യൂസിക്കും ആ എൻ്റയർ സീക്വൻസിന്റെ മ്യൂസിക്കൊക്കെ ഓൾറെഡി ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത് തന്നെ. ഫുൾ സീക്വൻസ് ചെയ്തിട്ട്? അതെ, അത് എങ്ങനെയാന്ന് വെച്ചാൽ ഡയറക്ടർ ഒരു ഓഡിയോ ടൈം ലൈൻ ഉണ്ടാക്കി തന്നു. ഒരു വീഡിയോ ഇല്ല, വീഡിയോയ്ക്ക് പകരം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ഒരു ഫ്രെയിം ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വരും എന്നൊക്കെ ടെക്സ്റ്റിൽ. അതിന് പിന്നെ ഡബ് ആള് തന്നെ, എല്ലാ ക്യാരക്ടേഴ്സിന്റെ ഡബ് ഡയറക്ടർ തന്നെ ചെയ്തു. എന്നിട്ട് അതൊരു ഫയലാക്കി, ഏകദേശം അതിൻ്റെ ഒരു ലെങ്ത്തിൽ ആ സീനിൻ്റെ ഒരു ഫയലാക്കി, ഒരു വീഡിയോ ഫയലാക്കി. എന്നിട്ട് അതിന് വെച്ച് മ്യൂസിക് ചെയ്തു. എന്നിട്ടാണ് സീൻ ഷൂട്ട് ചെയ്തത്. ഓ ശരി. അപ്പോൾ അതിൽ നിന്നാണ് ഈ പറയുന്ന
ഈ പറയുന്ന ഇൻഡിപെൻഡൻസ് ഡേ സോങ്ങിന്റെ EDM വേർഷനിലേക്ക്. അതെ 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 അത് ആ സീനിന്റെ തുടക്കം മുതൽ അതിന്റെ ഫ്ലേവേഴ്സ് ആണ്, ആ ഫ്ലേവറിലുള്ള ഒരു മ്യൂസിക്കാണ് ഫസ്റ്റ് മുതലേ വരുന്നത്, ആ സീനിന്റെ തുടക്കം മുതൽ. പിന്നെ മെല്ലെ മെല്ലെ ആ സോങ്ങിലേക്ക് കയറാണ്. ഓക്കെ, ആ സാഹസം മൂവിയിൽ ചെയ്തതിൽ ഏറ്റവും ബിബിൻ ബ്രോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാക്ക് ഏതാണ്? അതിൽ എടുത്തു പറയുകയാണെങ്കിൽ 2 ഉണ്ട് ആക്ച്വലി. ഒന്ന് സന്ത സഖിയെ, പിന്നെ കൊക്കഡലിക് എന്ന് പറഞ്ഞിട്ടൊരു പ്യുവർ EDM. EDM എന്റെ പാട്ടുകൾ തന്നെ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ലെങ്കിലും ഇത് രണ്ടും ഞാൻ കേൾക്കാറുണ്ട്. അത് പിന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട് 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 അതൊരു മാതിരി മടുപ്പിക്കലായിട്ടുണ്ടാവും. പൊതുവെ എഡിറ്റേഴ്സ് പറയാറുണ്ട് നമ്മളിങ്ങനെ കുറെ തവണ എഡിറ്റ് കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞില്ല. ഇപ്പൊ സന്തത സഖി ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഓണം മൂഡിനകത്ത്, പിന്നെ നറുതിങ്കൾ പൂവേ, ഇതിനകത്തെല്ലാം വേർഡ്സ് റിപ്പീറ്റ് ഉണ്ട്. ഇപ്പൊ സന്തത സഖി തന്നെ സന്തത സഖിയെ, പിന്നെ ഓണത്തിനകത്തിൽ ഏത് മൂഡ്, പിന്നെ നറുതിങ്കൾ പൂവേ 2 തവണ വരുന്നുണ്ട്. ഇതിന്റെ പിന്നെ ഐഡിയ എന്താണ്? ഈ ലിറിക്സ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഐഡിയ എന്താണ്? ഇത് ഞാൻ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ ഡമ്മി ലിറിക്ക് വെച്ചിട്ടാണ് ട്യൂൺ ഉണ്ടാക്കുന്നത്. തനനന അല്ല, എന്തെങ്കിലും വാക്കുകളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ മിക്കവാറും ഇങ്ങനത്തെ റിപ്പീറ്റിംഗ് സാധനങ്ങളുണ്ടാവും. അത് ലിറിക് റൈറ്റേഴ്സ് കേൾക്കുമ്പോൾ അവർ അതുപോലെ തന്നെ അങ്ങ് ഫോളോ ചെയ്യുന്നതാണ് കൂടുതലും. ശരി, ഓക്കെ. അപ്പോൾ പക്ഷെ അപ്പോൾ ഈ പറയുന്ന പോലെ ട്യൂണിന് വേണ്ടിയാണോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഹുക്കിംഗ് ആൾക്കാരെ ഹുക്ക് ചെയ്തിരിക്കണം അതിന് വേണ്ടിയിട്ടാണോ, അല്ല അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ? അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല, അത് എങ്ങനെയൊക്കെയോ അങ്ങനെ വരുന്നതാണത്. ചിലതിപ്പോൾ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്, പക്ഷെ ഇതൊന്നും അങ്ങനെ ഫസ്റ്റ് ലൈനൊന്നും ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, അത് അങ്ങനെ വന്നു പോകുന്നതാണ്. ശരി. ഇപ്പോൾ ബിപിൻ അശോക് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീമായിട്ട് 3 സിനിമകളാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞത് ഇഷ്ടം പോലെ നമ്മൾ കേട്ടിട്ടുള്ള സ്കോറിലും BGM ഒക്കെ തന്നെ ബിപിൻ ബ്രോന്റെ കൈകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, വേറെ കമ്പോസേഴ്സ്. എത്ര പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഏകദേശം 75 വർക്ക് ചെയ്തിട്ടുണ്ടാവും. 75 പ്രോജക്ട്സ് ഉണ്ടാവും തോന്നുന്നു, ഞാനത് എണ്ണിയിട്ടില്ല, ഏകദേശം അത്രയൊക്കെ ആയിരിക്കും. ദൃശ്യം 1, 2 ഒക്കെ അതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ചെയ്തതിൽ അതിൽ ഏറ്റവും ഐ ഓപ്പണർ ആയ പ്രോജക്റ്റ് ഏതാണ്? അത് നമുക്ക് മ്യൂസിക് ഡയറക്ടർ ആവണം, അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മൾ ചെയ്യാൻ ഇനിയും പോകേണ്ടതെന്ന് തോന്നിച്ച ഒരു പ്രോജക്റ്റ് കാണുമല്ലോ? കാരണം അതിൽ നിന്ന് പിന്നീട് ഇനി എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന് തോന്നിച്ച ഒരു പ്രോജക്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല. ഓക്കെ. അങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആവണം അങ്ങനെ ഒരു മൊമെന്റിൽ ഇനി മ്യൂസിക് അങ്ങനെ അതല്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ഒരു പ്രോജക്റ്റ് എടുക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ ഏതെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേനും. അതെനിക്ക് ബിജിബാലിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ കോൺഫിഡൻസ് കിട്ടി. ബിജിബാലിന്റെ വർക്ക് ചെയ്യുമ്പോൾ ബിജുചേട്ടനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കത് ബാക്കി പിന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇന്ന പ്രൊജക്റ്റ് എന്നല്ല, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. അനിൽ ജോൺസൺ, രതീഷ് വേഗ, അങ്ങനെ കുറെ പേര്. അതെ അനിൽ ജോൺസൺ, ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യും, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത്. ഓക്കെ. ആരോടാണ് ഏറ്റവും റാപ്പ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ ബിജിബാലിന്റെ വർക്കാണ് ചെയ്തത്. ഒരു ഈ നമ്പേഴ്സിൽ ഒരു മെജോറിറ്റി ഓഫ് വർക്കുകളും ബിജിബാലിന്റെ തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഈ ഓണം മൂഡ് ഷൂട്ടിന് ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ഡിസ്ട്രിക്ട്സിന്റെ നെയിം പറയുന്നൊരു പോർഷൻ ഉണ്ട്. ഓക്കെ. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട കുറെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ലാസ്റ്റ് മിനിറ്റ് ആണ് അവിടെ ഉള്ള ഡാൻസേഴ്സിന് കൊടുത്തേ നമ്മൾ കേട്ടോ. അത് ലാസ്റ്റ് മിനിറ്റ് വന്നാണോ സോങ്ങിലേക്ക്, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വല്ലോ? ലിറിക്സും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ലിറിക്സ് ഏകദേശം ഷൂട്ടിന്റെ അടുപ്പിച്ചാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത്. ഓക്കെ. ഷൂട്ട് സെറ്റിലും ഇത് നടക്കുന്നുണ്ടായിരുന്നു, ലിറിക്സിന്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നോ? അത് വേറെ പാട്ടുണ്ട്, ഇതിൻ്റെതല്ല, വേറെ പാട്ടിന്റെ. ഞങ്ങളവിടെ ഓൾറെഡി വെറുതെ ഇരിക്കുകയാണല്ലോ, അവരുടെ അപ്പുറത്തെ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഞാനും വിനായകൊക്കെ ഉണ്ട്. വേറെ സോങ്ങിന്റെ. അതെ അതെ. അപ്പൊ ഞങ്ങള് വേറെ പാട്ട് ബാക്കി ഉണ്ടായിരുന്നു ആ സമയത്ത് ചെയ്യാൻ. അപ്പൊ എന്തായാലും വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ആ പാട്ട് ഏതാന്ന് പറയാൻ പറ്റുമോ? അത് നറുതിങ്കൾ പൂവയായിരുന്നു. ഇല്ല, അതിലെ എല്ലാ 6 പാട്ടുകളുണ്ടല്ലോ. അതിൽ ഈ പാട്ട് ഷൂട്ട് നടക്കുന്ന സമയത്ത് എല്ലാ പാട്ടുകളുടെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ ചെയ്തത് നറുതിങ്കൾ പൂവയായിരുന്നു. ഓക്കെ. എന്നോട് അവിടെ ഉണ്ടായിരുന്നൊരു ഡാൻസർ പറഞ്ഞത് ലാസ്റ്റ് മിനിറ്റ് അവർക്ക് കൊടുത്ത് പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു, മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് അത് പാടിപ്പിക്കണം ആ പോർഷൻ എന്ന് എന്നോട് പറഞ്ഞത്. അയ്യോ. ഓക്കെ. അത് ഈ പറഞ്ഞ പോലെ പാട്ടും പാടാറുണ്ടല്ലോ. ഇപ്പൊ ബിപിൻ അശോക് ആസ് എ സിംഗർ ഉണ്ട്, ആസ് എ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. ബാക്കിംഗ് വോക്കൽസ് ഒക്കെ അല്ലേ? അതുണ്ട്. അതല്ലാതെ വേറെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ അനിരുദ്ധൊക്കെ പാടുന്ന പോലെ ഈ പറഞ്ഞ പോലെ സ്വന്തം മ്യൂസിക് കമ്പോസ് ചെയ്ത് പാടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇപ്പോൾ വട്ടയപ്പം ഭയങ്കര ഹിറ്റായി, ഇൻസ്റ്റാഗ്രാമിൽ സെയിം ട്രെൻഡ്. ഇതുപോലെ തന്നെ ഈ വർഷം ഈ പറഞ്ഞ ഓണം മൂഡ്, അതും ഈവൻ ഇന്റർനാഷണലി പോലും ചിലരെടുത്ത് റീലാക്കുന്നുണ്ട്, പുറത്ത് എബ്രോഡുള്ള ആൾക്കാർ പോലും ഇങ്ങനെ റീലാക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ. അപ്പൊ ഇത് ഈ പറയുന്നൊരു വൈറാലിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഒരു പാട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓക്കെ ഇത് ക്ലിക്കാവും ആ ഒരു കോൺഫിഡൻസ്, ആ
അല്ല ആ ഒരു ഇത് തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? ഒരു പരിധി വരെ തോന്നാറുണ്ട്. വട്ടയപ്പത്തിനും ഓണം മൂടിനും തോന്നിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു ഇത് ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എല്ലായ്പ്പോഴും ശരിയായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ തോന്നിയ പാട്ടുകൾ ക്ലിക്ക് ആവാത്തതും ഉണ്ടാവാം. ക്ലിക്ക് ആവുന്ന ഇപ്പോൾ ഈ പറയുന്ന ഡയറക്ടറാണോ പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആസ് എ മ്യൂസിക് ഡയറക്ടർ നമ്മൾ അങ്ങോട്ട് പറയോ എടാ ഇത് ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട് എന്ന്? എപ്പോഴാണ് ഈ ഓണം മൂഡിന്റെ കേസിൽ ആരോടാണ് പറഞ്ഞത് ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന്? ഓണം മൂഡ് ഞാനും വിനായകൻ തമ്മിലുള്ള ഡിസ്കഷനിലാണ് ഫസ്റ്റ് ഇങ്ങനൊരു പരിപാടി വന്നാൽ അത് കത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ തമ്മിലാണ് ആദ്യം സംസാരിച്ച് ഇതാക്കിയത്. പിന്നെ ഡയറക്ടറെ കേൾപ്പിച്ചപ്പോൾ ആൾക്കും അതേ അഭിപ്രായം തന്നെയാണ്. ഇപ്പോൾ ഈ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ സമയത്തും ഓരോ ട്രെൻഡ് വരും. ഇപ്പോൾ വാക്കുകൾ ചിലപ്പോൾ ട്രെൻഡായി മാറും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ട്യൂണായിരിക്കും ട്രെൻഡായി മാറുന്നത്. അപ്പോൾ ഇത് ആസ് എ എന്താ പറയുക ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇത് സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് എപ്പോഴും ഇത് യൂസ് ചെയ്യാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ ഒരുപാട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ശരി. ഇൻസ്റ്റ എടുത്ത് നോക്കിയാൽ ഫുൾ സേവ് ആയിരിക്കും. അതെ. ഇൻസ്റ്റയിൽ 2-3 കാറ്റഗറീസ് ഉണ്ട്. അതിലൊന്ന് മ്യൂസിക് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഐറ്റംസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് ഈ പറഞ്ഞ ലിറിസിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതെ. പിന്നെ അത് മാത്രമല്ല, ലിറിക്സ് മാത്രമല്ല, ഞാൻ അതിൻ്റെ ലിറിക്സ് ഐഡിയാസ് മാത്രമല്ല, ഞാൻ കൂടുതലും നോക്കുന്നത് ട്യൂൺ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഐഡിയാസ്. ചില മ്യൂസിക് എല്ലാം കേട്ടാൽ ഇപ്പോൾ വട്ടയപ്പത്തിൻ്റെ അതൊക്കെ ഞാൻ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചെടുത്ത ഐറ്റംസാണ്. ആ ഒരു ട്രീറ്റ്മെൻറ്റ്, അങ്ങനത്തെ ഒരു അനലോഗ് സിന്ത് റെട്രോ. ഈ അതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ഞാനൊരു റീല് കണ്ടിട്ട് ഒരു ലേഡി, ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ഇൻ്റർനാഷണൽ, അവരിങ്ങനെ ജാം ചെയ്യുന്നത് സിന്ത് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു പരിപാടി കേട്ടപ്പോൾ അത് സ്ട്രൈക്കായി. അപ്പോൾ അതങ്ങനത്തെ സേവ് ചെയ്ത് വെച്ചാൽ അതിലാണ് വട്ടയപ്പ് ഉണ്ടായത്. ചില ഫിലിം ഡയറക്ടേഴ്സ് ഇപ്പോൾ പറയാറുണ്ട്, അതായത് ഇപ്പോൾ എൻ്റെ ഫേവററ്റ് ജോണറിലുള്ള മൂവീസ്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എനിക്ക് ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള മൂവീസ് ഇപ്പോൾ കൊറിയൻ മൂവീസ് ആവാം, അല്ലെങ്കിൽ ഇറാനിയൻ മൂവീസ് ആവാം, അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്പിറേഷനായിട്ട് തോന്നിയൊരു ഏതെങ്കിലും മ്യൂസിക് ഇൻഡസ്ട്രി ഉണ്ടോ? എനിക്ക് ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പല തരത്തിലുള്ള മ്യൂസിക്കുകൾ ഇൻസ്പയർ ആയിട്ടുണ്ട്. അതിലൊന്ന് നമ്മളിവിടുത്തെ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഫോക്കാണ് എനിക്ക് കൂടുതലും ഇൻസ്പിറേഷൻ തരാറ്, ഇവിടുത്തെ ഫോക്ക്. പിന്നെ ഇളയരാജ സോങ്സ്, AR റഹ്മാൻ സോങ്സ്, അതൊക്കെ. പിന്നെ പുറത്ത് ഞാൻ കൂടുതലും കേൾക്കുന്നത് പോപ്പ് മ്യൂസിക്കാണ്. ഒരു ദ വീക്കെൻഡ് പോലത്തെ അല്ലെങ്കിൽ ബില്ലി ഐലിഷ് അങ്ങനത്തെ ട്രാക്കുകളാണ് ഞാൻ കൂടുതൽ കേൾക്കുന്നത്. അതൊക്കെ വീക്കെൻഡ് എൻ്റെ ഭയങ്കര ഫേവററ്റാണ്. പുള്ളിയുടെ ഞാൻ ഭയങ്കരമായിട്ട് കേക്ക് അതിൽ നിന്ന് ഇൻസ്പയർ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പോൾ ഒരു സമയത്ത് ബാൻഡ്സിൻ്റെ ഭയങ്കര ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സിനിമയിലും ലാസ്റ്റ് എൻ ക്രെഡിറ്റ്സിൽ ഈ പറഞ്ഞൊരു ബാൻഡ് വന്നിട്ട് പാട്ട് പ്ലേ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. എനിക്ക് 2010, 11, 12 ആ സമയത്ത്. ഇപ്പോൾ അത് റാപ്പേഴ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ കൂടാതെ വേറൊരാളുടെ ഒരു പ്രസൻസ് എപ്പോഴും ഇതിലുണ്ട്. മ്യൂസിക്കിൻ്റെ ഒരു ക്രെഡിറ്റ് ഷെയറിങ് വരുമ്പോഴത്തേനും അത് ചിന്തിച്ചിട്ടുണ്ടോ? ക്രെഡിറ്റ് ഇങ്ങനെ പകുതി പോകുമ്പോഴത്തേനും എന്താ പറയുക, അത് ശരിക്കും ഇൻഡസ്ട്രിക്ക് നല്ലതാണോ മോശമാണോ, അങ്ങനത്തെ തോട്ട്സ് വന്നിട്ടുണ്ടോ? ഇല്ല, കൊളാബറേഷൻസ് എപ്പോഴും നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പിന്നെ ക്രെഡിറ്റ് ഷെയർ എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ഒരു പടത്തിൽ ഒരു കമ്പോസർ ഉണ്ടെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് കമ്പോസർ തന്നെയായിരിക്കും. അത് ഒന്നെങ്കിൽ പാടുന്നത് അല്ലെങ്കിൽ അതിൽ റാപ്പ് കോൺട്രിബ്യൂഷൻ അങ്ങനത്തെ ഒക്കെയാണ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ ഇല്ലുമിനാറ്റി, സുഷിൻ തന്നെയാണ് ഫുൾ അതിൽ പാടുക മാത്രമേ ഡബ്സ് ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പോൾ വേറൊരു സിംഗർ പാടിയാൽ അതേ കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ റാപ്പർ അല്ലാത്ത അല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻഡി ആർട്ടിസ്റ്റ് അല്ലാത്ത സിംഗർ പാടിയാലും ഇതേ കാര്യം തന്നെയാണ് നടക്കുക. അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, ക്രെഡിറ്റ് ഷെയറിംഗ് എന്നുള്ളൊരു പരിപാടി അതിവിടെ പ്രശ്നമാണോ എനിക്ക് തോന്നുന്നില്ല. കൊളാബറേഷൻ വേണം, അത് എന്നാണ് എൻ്റെ ശക്തമായ ഒരു അഭിപ്രായവും. എന്നാലേ നമ്മൾ ഒരു പുതിയ കാര്യങ്ങൾ, പുതിയ ടൈപ്പ് ഓഫ് മ്യൂസിക്കുകൾ ഉണ്ടാവാൻ സാധ്യത അങ്ങനെയാണ്. ഇപ്പോൾ അത് പുറത്തും അങ്ങനെയാണല്ലോ. ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റുകൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് ട്രാക്കുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ APT എന്ന് പറയുന്ന ട്രാക്കൊക്കെ വലിയ 2 ആർട്ടിസ്റ്റുകൾ വന്ന് ഭയങ്കര പോപ്പുലറായില്ലേ. അതുപോലെ ഇവിടെയും അത് വേണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയൊരു ഡൗട്ടാണ്, അതായത് ചിലർ ഇൻ്റർവ്യൂസിൽ ഞാൻ കേട്ടിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇത്ര ട്യൂൺസ് ഉണ്ടാക്കുമ്പോഴത്തേനും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പക്ഷേ പൊതുവെ മ്യൂസിക് ഡയറക്ടറിനാണല്ലോ ശരിക്കും ഒരു മ്യൂസിക്കിനെ കുറിച്ച് അൾട്ടിമേറ്റ്ലി അറിയാവുന്നത് ഡയറക്ടറിനെക്കാളും. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത്? അതൊരു നല്ലൊരു ചോദ്യമാണത്. അതെപ്പോഴും ഞങ്ങൾ മ്യൂസീഷ്യൻസ് തമ്മിലൊക്കെ സംസാരിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ട്യൂൺ ഉണ്ടാക്കിയിട്ട് ശരിയാണ്, നമുക്കും തെറ്റ് പറ്റാം, നമ്മളെ ജഡ്ജ്മെൻറ്റ്
തെറ്റായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടും ഒരു അതല്ലാത്ത ഒരാളെക്കാട്ടും കൂടുതൽ മ്യൂസിഷ്യൻസിനാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്ത കൂടുതലും അങ്ങനത്തെ ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഇതുവരെ ആ ഒരു കോൺഫ്ലിക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷെ കിട്ടുന്ന ആൾക്കാരുണ്ട്, അത് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് അവരെ ആശ്വസിപ്പെടുത്തുന്നത്? ആസ് എ കോ മ്യൂസിക് അല്ലെങ്കിൽ ആസ് എ എന്താ പറയുക കുലീഗ് എന്ന രീതിയിൽ എങ്ങനെയാണ് പറയുക അവരുടെ അടുത്ത്? അത് മാക്സിമം അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാൻ പറയും, അത്ര തന്നെ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതിൽ. ഇപ്പോൾ അവരെ ഇങ്ങനെ ഇത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മളെ വർക്ക് തന്നെ കൊള്ളും എന്ന് പറയുന്നതിലൊരു അനൗചിത്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. ഇത് സൂപ്പറാണല്ലോ അങ്ങനെ അതന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ സത്യം ഇതാണ്. അപ്പോൾ വേറെ ആരെക്കാട്ടിലും ഒരു അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് മ്യൂസിക് കമ്പോസർക്കായിരിക്കും. അതാണല്ലോ അവരുടെ ജോലി തന്നെ, അതാണല്ലോ. ബിപിൻ അശോക് എന്ന മ്യൂസിക് ഡയറക്ടർ ശരിക്കും കമ്പോസ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ജോണർ ഏതാണ്? ലവ് സോങ്സ്. ഓക്കെ, എന്നോട് ഒരാൾ പറഞ്ഞത് അതാണ്. കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് മെലഡി സോങ്സ് ഉണ്ടാക്കാൻ ഭയങ്കര ബെസ്റ്റാണ് കക്ഷി എന്ന് പറഞ്ഞു. എനിക്ക് എളുപ്പം അതാണ്. എനിക്ക് ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ ടൈം എടുക്കും. രണ്ട് അടിപൊളി സാധനം ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. അതെ അത് അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ ഞാനത് ഇത് രണ്ടും ഞാൻ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ചെയ്തത്. മെലഡി ഉണ്ടാക്കാൻ ഞാൻ കമ്പാരിറ്റീവ്ലി അത്ര ടൈം എടുക്കാറില്ല. ഓക്കെ, ഇഷ്ടം അതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ എപ്പോഴെങ്കിലും ഈ ഇപ്പോൾ ചെയ്ത ഫിലിംസിൽ ഏതെങ്കിലും ഒരു പാട്ട് ചെയ്തിട്ട് അധികം ആൾക്കാർ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു മെലഡി സോങ് ഉണ്ടോ? ഒരു പരിധിവരെ വിധുമുഖിയെ എന്നുള്ള ട്രാക്ക് മന്ദാകിനിയിലെ, അത് ഞാൻ കുറച്ചും കൂടിയും പ്രതീക്ഷിച്ചിരുന്നു അത് ആൾക്കാരിലേക്ക് എത്തുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, ഒരു ആവറേജ് രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും വേണ്ട രീതിയിൽ എത്തിയോ എന്ന് എനിക്കൊരു ഡൗട്ട്. എൻ്റെ ഒരു വേണ്ട രീതി അതെനിക്കറിയില്ല, അത് എത്തണോത്തില്ല. പക്ഷെ എൻ്റെ ഒരു മനസ്സിൽ അത് കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെന്നുണ്ടായിരുന്നു. അത് അവിടെ ഞാൻ വിചാരിച്ച പോലെ അത് വർക്കായില്ല. ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കോ ഒരു ജോണറോ ഉണ്ടോ? ഈ കോമഡി പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരു പരിപാടിയാണ്. കോമഡി സ്കോർ ചെയ്യാൻ ഇഷ്ടമല്ലെന്നാണോ സോങ് ചെയ്യാൻ ഇഷ്ടമല്ല? രണ്ടും ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് താല്പര്യമില്ല. കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി പരിപാടിയായിട്ട് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്കോർ ആണെങ്കിലും സോങ് ആണെങ്കിലും റൊമാൻറ്റിക്, അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ത്രില്ലർ, ഇങ്ങനത്തെ പരിപാടികളാണ് എനിക്ക് കൂടുതലും താല്പര്യം. കുറച്ച് സസ്പെൻസ് ത്രില്ലറോ അല്ലെങ്കിൽ മാസ് പരിപാടികൾ, ഇപ്പോൾ ഹീറോ, ഇപ്പോൾ വിജയ് രജനീകാന്ത് ടൈപ്പ് പരിപാടികൾ, അങ്ങനത്തെ ഒക്കെയാണ് എനിക്ക് ഇഷ്ടം. അതേസമയം അതെ അതേസമയം ഒരു ഭയങ്കര സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡികൾക്ക് ചെയ്യാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുമാണ്, അത് പാളാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. ഓൾറെഡി അത് അത്രയും സെൻസിറ്റീവ് ഏരിയ ആണ്. പ്ലസ് നമുക്കൂടി ഇഷ്ടമില്ലെങ്കിൽ ചിലപ്പോൾ പാളി പോകുന്നുള്ള പേടിയുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് അതാണ്. അത് വേറെ കാര്യം. അത് ഇപ്പോൾ എല്ലാ പടങ്ങളിലും പ്രോഗ്രാമിങ് ചെയ്തതാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ കോമഡി ഫിലിംസ് ആയിരിക്കും കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നല്ല കോമഡി ഫിലിംസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതിന് മ്യൂസിക്കേ വേണ്ടി വരില്ല പല അതൊക്കെ. അതല്ലാത്ത നമ്മൾ മ്യൂസിക് കൊണ്ട് കോമഡി ആക്കേണ്ട ചില ഐറ്റംസ് ഉണ്ട്, അതെനിക്ക് അത്ര ഇല്ല, ഇഷ്ടമല്ല ചെയ്യാൻ. ചെയ്യാറുണ്ട്, ചെയ്യില്ല എന്നല്ല, പക്ഷെ ബാക്കി ഈ പരിപാടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് അത്ര കുറച്ച് താല്പര്യം കുറവാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലേക്ക് ഏറ്റവും ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും ഈ പറയുന്നത്. ഇഷ്ടമില്ലാതെ എല്ലാ വർക്കും സൂപ്പർ ഹിറ്റായി മാറിയ ഏക മ്യൂസിക് ഡയറക്ടർ. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ചെയ്തൊക്കെ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഓക്കെ, സ്കൂള് തൊട്ട് മ്യൂസിക്കിന്റെ ഫോളോ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ സ്കൂളിൽ നിന്ന് ഈ പ്രൊഫഷണൽ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയായിരുന്നു ഒരു ട്രാൻസിഷൻ? സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു മ്യൂസിക് ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും. അങ്ങനെ അവിടുന്ന് മുതലേ ഉള്ള ഒരു ഇൻട്രസ്റ്റാണ്. പിന്നെ പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ്, പ്ലസ് ടു ഒക്കെ നമ്മളെല്ലാവരും ചിന്തിക്കുമല്ലോ ഇനി എന്താണ് നമ്മളെ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം നമ്മൾ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എൻ്റെ സ്കൂളിലെ ടീച്ചർ, മ്യൂസിക് ടീച്ചറുണ്ട്, സാറ് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ നിനക്ക് ഈ മേഖല നല്ലതായിരിക്കും. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറിങ്, അന്ന് മുമ്പ് ചെറിയ ചെറിയ കാസറ്റ് വർക്കുകളൊക്കെ ഈ ഓണപ്പാട്ട് അതുപോലെ ലളിതഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിൽ കീബോർഡൊക്കെ വെച്ചിട്ട് അതിൽ സീക്വൻസ് ചെയ്ത് അങ്ങനെ. സാറ് പറഞ്ഞു ഇങ്ങനെ സ്റ്റുഡിയോസൊക്കെ പോകുമ്പോൾ അവിടെ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന അതായിരുന്നു. അത് കണ്ടപ്പോഴേ അവിടെ അങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ്
സാറും പറഞ്ഞു ഇങ്ങനെ അത് നല്ലതായിരിക്കും. അപ്പം ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. ആ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയപ്പോഴാണ് അവിടെ എനിക്ക് കുറച്ചും കൂടി നല്ലത് പ്രോഗ്രാമിംഗ് ആണെന്നുള്ളത്. എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. കീബോർഡിൽ സീക്വൻസ് ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടി വൈഡായിട്ട് നോക്കുമ്പോൾ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയർ പ്രോഗ്രാംസും വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വേറൊരു മേഖല, നല്ല മേഖല, എനിക്ക് പറ്റിയ മേഖല അതാണെന്ന് തോന്നി. അങ്ങനെ ആണ് പ്രോഗ്രാമിങ്ങിലേക്ക് മാറുന്നത്. അവിടുന്ന് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ സിനിമയിലേക്ക്, സിനിമ മ്യൂസിക് ഡയറക്ഷനിലേക്ക് മാറി. നെക്സ്റ്റ് ഈ വർക്കായിരിക്കും ഇനി കയറി കത്താൻ പോകുന്നതെന്നുള്ളൊരു പ്രഡിക്ഷൻ ഇപ്പം നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഓക്കെ. പക്ഷെ മിക്കവാറും ഈ പറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേയുടെ സാധനം എന്തായാലും ഇനി ഇൻസ്റ്റാഗ്രാമിന് അടുത്ത ട്രെൻഡ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അത് ഇപ്പോൾ ഓൾറെഡി ആൾക്കാരുടെ ഉള്ളിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു സോങ് ആണ്. അതിനെ ചെറുതായിട്ടൊന്ന് മോഡി പിടിപ്പിച്ചേ ഉള്ളൂ. വേറെ അതിൻ്റെ ഒറിജിനൽ കമ്പോസർ സുരേഷ് പീറ്റേഴ്സ്, പുള്ളി ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ആരാധിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടായത് കാരണം ചിലപ്പോൾ മിക്കവാറും അത് കയറേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്കും അതെന്തായാലും തോന്നുന്നുണ്ട്. ആ സാധനം എന്തായാലും നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൊളുത്തുമെന്ന് എനിക്ക് നല്ല തോന്നുന്നു. ഏതെങ്കിലും പ്രോജക്ട്സ് നമ്മളിപ്പോൾ എന്താ പറയുക, ആക്ടേഴ്സിൻ്റെ കേസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ നോ പറഞ്ഞു, അത് അടുത്തതിലേക്ക് പോയി. മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന പ്രോജക്ട്സ് എന്താ പറയുക, റിജക്റ്റ് ചെയ്യപ്പെടാറുണ്ടോ സാധാരണ? ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ 2 പ്രോജക്റ്റ് വരുന്നു, അത് രണ്ടും ഏകദേശം ഒരേ സമയത്ത് നടക്കുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്ന് ഒഴിവാക്കാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഫിലിമിൻ്റെ ജോണർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് അത്ര വർക്ക് ആവാത്തതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും റിജക്ഷൻ അത് ഉണ്ടാവാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരേണ്ടി വന്നിട്ടില്ല. പക്ഷേ അതല്ലാത്ത വലിയ കമ്പോസേഴ്സിനൊക്കെ ഉണ്ടാവാം, എന്തായാലും ഉണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാ പ്രോജക്റ്റും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്ന് ടൈമിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ അവർക്ക് കംഫർട്ടബിൾ എല്ലാം തോന്നുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചിലപ്പം പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചില ഇതുണ്ടാവുമല്ലോ, സ്റ്റോറീസൊക്കെ ഉണ്ടാവുമല്ലോ, അതങ്ങനെ ഉണ്ടാവാം. നെക്സ്റ്റ് അപ്കമിങ് ഏതൊക്കെയാണ് പ്രോജക്ട്സ്? ഏതൊക്കെയാണ്? അതിഭീകര കാമുകൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അത് കൊറോണ ധവാൻ ഞാൻ മുമ്പ് ചെയ്ത വർക്കാണ്. അതിൻ്റെ സെയിം ടീമിൻ്റെ ലുക്മാൻ അഭിനയിക്കുന്നു. അത് പിന്നെ പ്രകമ്പനം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്യുന്നുണ്ട്. ഓക്കെ. വേറെ ഇൻഡസ്ട്രീസിലോട്ട് നോക്കുന്നുണ്ടോ? തമിഴ് വന്നാൽ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ വന്നാൽ നേരത്തെ ഇങ്ങനെ വിജയ് രജനികാന്ത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനത്തെ മാസ് ഹീറോ പടങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. ഓക്കെ. പക്ഷെ അതൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ലല്ലോ. ഇത് കേട്ട് ഡയറക്ടേഴ്സ് തോന്നുന്നത് മാസ് ഹീറോ പടത്തിൽ നമുക്ക് ബിപിൻ അശോകിനെ അപ്പോൾ എന്തായാലും ബിപിൻ അശോക് എന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് വരാൻ പോകുന്ന എല്ലാ പാട്ടും ഈ പറഞ്ഞല്ലേ കളറാവട്ടെ, പൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു ഫോർ കമ്മിങ് ടു ക്ലബ്. താങ്ക് യു.